ലീഗലൈസേഷൻ പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. ആ ലീഗലൈസേഷൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അതായത് ഇൻഡസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു കൺസൾട്ടൻറ്റോ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഇത് കഴിഞ്ഞു വിടുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങളുടെ കമ്പനിയിലെ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫൈനാൻസിൻ്റെയാണ്. ഫൈനാൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആണ് നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിച്ചു വെക്കുന്നതും അത് എഴുതി സൂക്ഷിക്കുന്നതും നിങ്ങളുടെ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്നതും നിങ്ങളുടെ ക്യാഷ് ഫ്ലോ നിയന്ത്രിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണത്. നിങ്ങളുടെ ഈ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഇപ്പോൾ കോ ഫൗണ്ടേഴ്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സോ ഒക്കെ നിങ്ങളെല്ലാവരും കൂടെ തുല്യമായിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ലീഗലൈസേഷൻ്റെ ഒപ്പം തന്നെ കമ്പനിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. ലൈസൻസ് എടുത്തു വിടുമ്പോൾ തന്നെ യു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നിക്ഷേപങ്ങൾ ബാങ്ക് അക്കൗണ്ട് ത്രൂ മാത്രം എടുക്കുക. അപ്പോൾ ഇതിന് രേഖാമൂലം നിങ്ങൾ എഴുതിയ എഗ്രിമെൻ്റ് പ്രകാരമുള്ള റിഫ്ലക്ഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലും കാണാൻ പറ്റും. അപ്പോൾ ഫൈനാൻസ് ടീമിനെ ഫസ്റ്റ് ബിൽഡ് ചെയ്യണം. അവരാണ് നിങ്ങളുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കുക. ഹൗ ലോങ് ക്യാൻ യു ഗോ, ഹൗ യു ഷുഡ് നോട്ട് ഗോ. ഈ കോൾ എപ്പോഴും എടുക്കുന്നത് CFO അല്ലെങ്കിൽ ഫൈനാൻസ് ഡയറക്ടർ അല്ലെങ്കിൽ ഫൈനാൻസ് മാനേജർ. ഈ നിലയിലുള്ള ആൾക്കാരുടെ ഇൻപുട്ട് സ്വീകരിച്ചിട്ടായിരിക്കണം, അതാത് മേഖലയിൽ അവർക്ക് പ്രാവീണ്യമുണ്ട്, ആ പ്രാവീണ്യമുള്ള ആൾക്കാരുടെ ഇൻപുട്ട് സ്വീകരിച്ചിട്ടായിരിക്കണം നിങ്ങൾ മേക്ക് ചെയ്യുന്ന ഓരോ ഡെസിഷൻസും ആധാരമാവേണ്ടത്.